പൂർവകാല പണ്ഡിതന്മാർ ആലിമീങ്ങൾ അംഗീകരിച്ച് നടപ്പാക്കി തന്ന കാര്യം. അതിൽപ്പെട്ടതാണ് ബറാഅത്ത് രാവിൽ 3 യാസീൻ ഓതുക എന്നത്. അത് ഇമാമിങ്ങളൊക്കെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ പുണ്യകർമ്മമാണ്. ആ പുണ്യകർമ്മം നമ്മൾ നടപ്പാക്കണം. അത് ഒഴിവാക്കേണ്ട കാര്യമല്ല. അന്നത്തെ ദിവസം ഒരുപാട് ദുആകൾ മഹാന്മാരായ ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ദുആകൾ നടത്താൻ പറ്റുന്നവരൊക്കെ ആ ദുആകൾ കൊണ്ടുവരണം. അന്നത്തെ ദിവസം രാത്രിയിൽ സദഖ ചെയ്താൽ വലിയ പുണ്യമുള്ള രാത്രിയാണ്. ധാരാളം സുന്നത്ത് നിസ്കരിച്ചാൽ അതും നല്ലതാണ്. പക്ഷെ ഒരു പ്രത്യേക സുന്നത്ത് നിസ്കാരം തറാവീഹ് പോലെ അന്നത്തെ രാത്രിയിൽ ഇല്ല എന്നതാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു പോലുള്ള പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. പ്രത്യേക സുന്നത്ത് നിസ്കാരമൊന്നുമില്ല. സമയത്ത് സുന്നത്ത് നിസ്കാരം എപ്പോഴും നല്ലതാണല്ലോ. അപ്പൊ ആ നിലക്ക് ധാരാളം സുന്നത്ത് നിസ്കരിക്കുക, സദഖ ചെയ്യുക, ഖുർആൻ ഓതുക, ദിക്ർ ചൊല്ലുക, അത്തരം കാര്യങ്ങളെ കൊണ്ട് ബറാഅത്ത് രാവ് നമ്മൾ സജീവമാക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ കൂടെ നിങ്ങൾക്ക് വേണേൽ പായസം വെച്ചോളി, ഇനി വേറെ എന്തെങ്കിലും വേണമെങ്കിൽ നെയ്ച്ചോറുണ്ട് അതും വെച്ചോളി, എന്ന് കുഴപ്പമൊന്നുമില്ല. നമ്മൾ നല്ല നല്ല ദിവസങ്ങളെയും രാത്രികളെയും സൽക്കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കണം. ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്നത് പരിശുദ്ധ റമദാനാണ്. ആ റമദാനിനെ സ്വീകരിക്കാൻ നമ്മൾ ഇപ്പോൾ തന്നെ ഒരുങ്ങണം. ആ ഒരുക്കത്തിൽ ഒന്നാമതായി വേണ്ടത് എന്താണ്? വഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദിഹി വയഅഫു അനിസ് സയ്യിആതി വയഅലമു മാ തഫ്അലൂൻ. ഏറ്റവും ഉപരി വേണ്ടത് നമ്മളൊന്ന് കഴുകി വൃത്തിയാകണം. നമ്മൾ കഴുകി വൃത്തിയാവുക എന്ന് ഞാൻ പറഞ്ഞതിനർത്ഥം കുറച്ച് വെള്ളം കൊണ്ടുവന്ന് കുളിക്കണം എന്നല്ല, മറിച്ച് നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കണം. ആ ആത്മാവിനെ ശുദ്ധീകരിക്കൽ എന്തുകൊണ്ടാണ്? അത് തൗബ കൊണ്ടാണ്. എന്തിനാണ് തൗബ എന്ന് പറയുന്നത്? അത്തൗബത്തു അന്നദം, മനസ്സിന്റെ അടിത്തട്ടിലുള്ള ഖേദത്തിനാണ് തൗബ എന്ന് പറയുന്നത്. എന്തിനാണ് ഖേദിക്കുന്നത്? ഖേദിക്കുന്നത് സൽക്കർമ്മം കുറഞ്ഞുപോയി, ദുഷ്കർമ്മം വന്നുപോയി, ആവശ്യമില്ലാത്ത ചിന്തകൾ ഹൃദയത്തിൽ കടന്നുപോയി, ആവശ്യമില്ലാത്തത് നാവ് കൊണ്ട് സംസാരിച്ചു പോയി, തെറ്റായ കാര്യങ്ങളിലേക്ക് കണ്ണുകൊണ്ട് നോക്കിപ്പോയി, തെറ്റായ കാര്യങ്ങൾ കാതുകൊണ്ട് കേട്ടുപോയി, തെറ്റ് പ്രവർത്തിക്കുന്ന സ്ഥലത്തേക്ക് നടന്നുപോയി, അങ്ങനെ തുടങ്ങി എന്തെല്ലാമോ തെറ്റുകളുമായി നമ്മുടെ ജീവിതത്തിൽ ഇടപഴകിപ്പോയി. അതില്ലെന്ന് പറയാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ധൈര്യമില്ല. എന്റെ സൽക്കർമ്മം വളരെ കുറഞ്ഞുപോയി എന്നല്ല, എന്റെ ഒരു സൽക്കർമ്മം പോലും എന്റെ റബ്ബ് സ്വീകരിച്ചു എന്നതിന് എനിക്കൊരു റെസീപ്റ്റ് കിട്ടിയിട്ടില്ല. ഞാൻ ഇന്നിപ്പോ ഒരു നിസ്കരിച്ചിട്ടുണ്ട്. ആ നിസ്കാരം എന്റെ റബ്ബ് കബൂൽ ചെയ്തോ ഇല്ലേ, അതിന് എനിക്കൊരു റെസീപ്റ്റും കിട്ടിയിട്ടില്ല. ഞാൻ ആ വിഷയത്തിൽ ബേജാറിലാണ്. എല്ലാവരും ഭയപ്പെടേണ്ടവരാണ്. കാരണം നിസ്കരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ദുനിയാവിന്റെ പല ചിന്തകളും കടന്നു വന്നിട്ടുണ്ട്. അതിനെ തടയാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ നിസ്കാരത്തിൽ തന്നെ ന്യൂനതയുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങളിൽ പലതിലും പല ന്യൂനതകളുമുണ്ട്. അതുകൊണ്ട് തന്നെ റബ്ബിനോട് താണുകയാണ്, മാപ്പിന് വേണ്ടി അപേക്ഷിക്കുക എന്നത് നമ്മുടെ കടപ്പാടാണ്. അതിന്റെ പുറമേ വറബ്ബുക്കൽ ഗഫൂറു ദുർ റഹ്മ ലൗ യുആഖിദുഹും ബിമാ കസബൂ ലഅജ്ജല ലഹുമുൽ അദാബ്. അല്ലാഹു വലിയ കാരുണ്യമുള്ള രാജാവാണ്. അത് കാരണത്താൽ നമ്മൾ പടച്ചവൻ തന്ന കണ്ണുകൊണ്ട് ഹറാമ് നോക്കിയിട്ടും ആ കണ്ണിന്റെ കാഴ്ച റബ്ബ് പിൻവലിച്ചില്ല. ഞാൻ നിങ്ങൾക്കൊരു പെണ്ണ് തന്നു എഴുതാൻ, അത് നല്ലത് എഴുതാനാണ് തന്നത്. ആ പെന്നുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെടാത്തത് എഴുതുന്നത് കണ്ടാൽ ഞാൻ എന്റെ പെണ്ണ് തിരിച്ചു ചോദിക്കും, സ്വാഭാവികമാണ്. എന്നാൽ പടച്ച റബ്ബ് നമുക്ക് കണ്ണ് തന്നത് എന്തിനാണ്? മുസ്ഹഫ് മറിച്ചു നോക്കി ഓതാനാണ്. അത് വലിയ പുണ്യമാണ്. ഖുർആൻ ഓതുന്നതൊരു പുണ്യമാണ്, മുസ്ഹഫ് മറിച്ചു നോക്കുന്നത് വേറെ ഒരു പുണ്യമാണ്. അതുകൊണ്ട് കാണാതെ മനപ്പാടമുള്ള യാസീൻ പോലും മുസ്ഹഫ് നോക്കി ഓതിയാൽ അതാണ് കൂടുതൽ പുണ്യം. കഅബ ശരീഫിലേക്ക് നോക്കുന്നത് പ്രത്യേകം പുണ്യമാണ്. മാതാപിതാക്കളുടെ മുഖത്തേക്ക് സ്നേഹാദരവോടെ നോക്കുന്നത് വലിയ പുണ്യമാണ്.
ഭർത്താവിന്റെ മുഖത്തേക്ക് സ്നേഹത്തോടെ നോക്കുന്നത് പുണ്യമാണ്. ഭാര്യയുടെ മുഖത്തേക്ക് സ്നേഹത്തോടെ നോക്കിയാൽ അത് നല്ലതാണ്. സുഹൃത്തുക്കളെ, ആലിമീങ്ങളെ മുഖത്ത് നോക്കുന്നത് പുണ്യകർമ്മമാണ്. അങ്ങനെ തുടങ്ങിയിട്ട് പുണ്യകർമ്മങ്ങളായ നോട്ടങ്ങൾ പലതുമുണ്ട്. എന്നാൽ നിർബന്ധമായ വാജിബായ നോട്ടങ്ങളുണ്ട്. അതെ, ഈ റോട്ടിലൂടെ വണ്ടി ഓടിച്ചു പോകുന്ന ഒരു ഡ്രൈവർ, അദ്ദേഹം റോട്ടിലേക്ക് നോക്കി വണ്ടി ഓടിക്കൽ നിർബന്ധമാണ്. അദ്ദേഹം അപ്പുറവും ഇപ്പുറവും തിരിഞ്ഞു നോക്കി വണ്ടി ഓടിച്ചാൽ അത് വലിയ അപകടമാണ്. അങ്ങനെ മനുഷ്യന്റെ ജീവിതത്തിൽ നോക്കൽ നിർബന്ധമായതോ പുണ്യമായതോ, ഇനി അതും പോരെങ്കിൽ അനുവദനീയമായതോ ആയ സ്ഥലങ്ങളിലേക്ക് മാത്രം നോക്കാനാണല്ലോ പടച്ച റബ്ബ് നമുക്ക് കണ്ണ് തന്നിട്ടുള്ളത്. അന്യ സ്ത്രീകളിലേക്ക് നോക്കാൻ പാടില്ല. അന്യപുരുഷന്മാരെ മുഖത്ത് നോക്കി സ്ത്രീകൾ ആസ്വദിക്കാൻ പാടില്ല. അതേപോലെ തന്നെ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള കൗമാരപ്രായമുള്ള ആൺകുട്ടികൾ, നല്ല ഭംഗിയുള്ള ആൺകുട്ടികളാണെങ്കിൽ അവരുടെ മുഖത്തേക്ക് അതാ ദുർവിചാരത്തോടെ വികാരത്തോടുകൂടെ നോക്കൽ ഹറാമാണ്. അവരെ കൈപിടിച്ചും അവരുടെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യൽ ഹറാമാണ്. അത്തരം കുട്ടികളെ ശരീരത്തിൽ മറയില്ലാതെ തൊടുന്നത് ഹറാമാണ്. കാരണം അത് പെൺകുട്ടികളെക്കാൾ അപകടമാണ്. പെൺകുട്ടിയെയും കൂട്ടിയിട്ടൊരാള് പോകുമ്പോൾ ജനങ്ങൾ അത് ശ്രദ്ധിക്കുമെന്ന ഭയമുണ്ടാകും. അതേ സമയത്ത് അത്തരത്തിലുള്ള കൗമാരപ്രായമുള്ള ഭംഗിയുള്ള ആൺകുട്ടികളെയും കൂട്ടി ഒരാൾ പോകുമ്പോൾ അങ്ങനെ ഒരു പേടി മനുഷ്യന്റെ മനസ്സിൽ തോന്നൂല, ജനങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കൂല. അതുകൊണ്ട് ഇമാമിങ്ങൾ പറഞ്ഞു പെൺകുട്ടികളെക്കാൾ അപകടമാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ കണ്ണുകൊണ്ട് ഹറാമിലേക്ക് നോക്കാൻ പാടില്ല. കാതുകൊണ്ട് നമ്മൾ മറ്റൊരുത്തന്റെ കുറ്റം പറയുന്നത് കേൾക്കാൻ പാടില്ല. ഗീബത്ത് കേൾക്കൽ ഹറാമാണ്. കളവ് പറയുന്നത് കേൾക്കൽ ഹറാമാണ്. അതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ വിരുദ്ധ ചേരിയിലുള്ള യുക്തിവാദികളുടെയോ മതവിരോധികളുടെയോ അല്ലെങ്കിൽ പുത്തൻവാദികളുടെയോ ഖാദിയാനികളുടെയോ അവരൊക്കെ പ്രസംഗം കേൾക്കൽ ഹറാമാണ്. ചിലരുണ്ടങ്ങനെ, ഞാനൊരു യുക്തിവാദിന്റെ പ്രസംഗം ഞാൻ സ്വീകരിക്കൊന്നുമില്ല, ഞാനൊന്ന് കേട്ടോക്കട്ടെ. അള്ളാഹ് നിനക്ക് കാത് തന്നത് എന്തും കേൾക്കാനാ? അള്ളാഹു തആല നിനക്ക് കാത് തന്നത് അള്ളാഹിനെ കുറ്റം പറയുന്നത് കേൾക്കാനാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളെ ബാപ്പാനെ ഇങ്ങനെ കുറ്റം പറയുമ്പോൾ നിങ്ങൾ കേട്ടിരിക്കോ? നിങ്ങളെ നേതാവിനെ കുറ്റം പറയുമ്പോൾ നിങ്ങൾ കേട്ടിരിക്കോ? അതേ സമയത്ത് എനിക്കും നിങ്ങൾക്കും കിഡ്നി തന്ന റബ്ബ്, എനിക്കും നിങ്ങൾക്കും ഹാർട്ട് തന്ന റബ്ബ്, എനിക്കും നിങ്ങൾക്കും ബ്രെയിന് തന്ന റബ്ബ്, നമുക്ക് കരള് തന്ന റബ്ബ്, ഓക്സിജൻ തന്ന റബ്ബ്, കുടല് തന്ന റബ്ബ്, ചെറുകുടല് തന്ന റബ്ബ്, അതേ എല്ലും പല്ലും തോലും തന്ന റബ്ബ്, കൈയും കാലും കണ്ണും മൂക്കും തന്ന റബ്ബ്, അതേ മാംസവും മജ്ജയും തന്ന റബ്ബ്. എന്തെല്ലാം വസ്തുക്കളാണ് നമ്മുടെ ശരീരത്തിൽ മാത്രം പടച്ച റബ്ബ് തന്നിട്ടുള്ളത്. ആ റബ്ബ് ഇല്ലെന്ന് പറയുന്നതും ആ റബ്ബിനെ കുറ്റം പറയുന്നതും റബ്ബിനെ പരിഹസിക്കുന്നതുമായ ഒരു നിരീശ്വരവാദിയുടെ മതവിരോധിയുടെ യുക്തിവാദിയുടെ യുക്തിവാദം, അവന്റെ തെറ്റായ ആശയം, അത് കേൾക്കാൻ റബ്ബ് തന്ന കാത് ഉപയോഗപ്പെടുത്താമോ? പച്ച ഹറാമാണ്. ഞാൻ ചോദിക്കട്ടെ, ഭർത്താവ് വാങ്ങിത്തന്ന ഫോൺ എടുത്തിട്ട് ഭർത്താവ് ഇഷ്ടപ്പെടാത്തവനെ വിളിച്ചാൽ ആ ഭർത്താവിന് ദേഷ്യം പിടിക്കൂലേ? സുബ്ഹാനല്ലാഹ്, ഭാര്യ നമ്മുടെ കയ്യിലേക്ക് കൊണ്ടുവന്ന് തന്ന ഒരു ഫോണ് അതെടുത്തിട്ട് ഭാര്യ ഇഷ്ടപ്പെടാത്തവരെ വിളിച്ചാൽ ഭാര്യക്ക് ചുണ്ടി പിടിക്കൂലേ? എന്നാൽ സുബ്ഹാനല്ലാഹ്, എല്ലാം തന്ന റബ്ബ് അവൻ കാതുകൊണ്ടിന്നതേ കേൾക്കാവൂ, കണ്ണുകൊണ്ടിന്നതേ നോക്കാവൂ, നാവ് കൊണ്ടിന്നതേ സംസാരിക്കാവൂ, കാലുകൊണ്ടിന്ന സ്ഥലത്തെ നടന്നു പോകാവൂ, കൈകൊണ്ടിന്നതേ സ്പർശിക്കാവൂ. എല്ലാ വിഷയത്തിനും ثم جعلناك على شريعة من الأمر فاتبعها
കൃത്യമായ നിയമസംഹിത അല്ലാഹു തന്നിട്ടുണ്ടല്ലോ. അതനുസരിച്ച് ജീവിക്കുമ്പോഴല്ലേ അള്ളാഹുവിനെ സ്നേഹിച്ച അടിമയാകുന്നത്, അപ്പോഴല്ലേ മൂമിനും മൂമിനത്തുമാകുന്നത്. അല്ലെങ്കിൽ പിന്നെ ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് പറയുന്നതിന് എന്തർത്ഥമാണ്? അപ്പൊ ഹറാമുകളിലേക്ക് നമ്മളെ കയ്യും കാലും കണ്ണുമൊക്കെ പലപ്പോഴും പെട്ടുപോയി. സുബ്ഹാനല്ലാഹ്. തെറ്റ് നടക്കുന്ന സ്ഥലത്ത് ചെല്ലൽ ഹറാം. ഞാൻ മെഞ്ഞാന്ന് ഓതിക്കൊടുത്തതാണ് മുതഅല്ലിമിയക്ക് തുഹ്ഫയിൽ. അതെ, മഅസിയത്ത് നടക്കുന്ന സ്ഥലത്തേക്ക് കടന്നു ചെല്ലൽ ഹറാം എന്ന് പറഞ്ഞാൽ ഒരു കള്ള് ഷാപ്പിലേക്ക് കടന്നു ചെല്ലൽ ഹറാം. കള്ളുടിക്കണമെന്നില്ല, അവിടെ പോകല് തന്നെ ഹറാം. അല്ലെങ്കിൽ പിന്നെ പോകല് നിർബന്ധിതാവസ്ഥയിലുള്ള സംഗതി വേണം. എന്തോ ഒരാള് നമ്മളെ കീശയെന്നൊരു പണവും പോക്കറ്റ് അടിച്ചിട്ട് കള്ള് ഷാപ്പിൽ കയറിപ്പോയി. നല്ല സുഖല്ലേ, ഇവിടെ കടക്കല്ലെങ്കിൽ പുയിലാർക്ക് ഹറാമാണല്ലോ. അങ്ങനെയല്ല, അത് പിടിച്ചിങ് വാങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് കയറുന്നതിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനത്തെ അനിവാര്യ ഘട്ടമില്ലാതെ തെറ്റ് നടക്കുന്ന സ്ഥലത്ത് പോകൽ ഹറാം. എന്റെ പ്രിയപ്പെട്ട യുവാക്കൾ മനസ്സിലാക്കണം. ഇപ്പോഴുണ്ടല്ലോ ഈ കല്യാണം കഴിഞ്ഞിട്ട് വരന്റെ കൂടെ ഒരു പോക്ക്, പുതിയാപ്പള പോക്ക് എന്നതിന്റെ പേര്, വല്ലാത്ത പോക്ക് തന്നെ. സുബ്ഹാനല്ലാഹ്. ഈ അടുത്ത് ഞാനൊരു കല്യാണത്തിന് പോകുന്നു. അപ്പോൾ പന്തലൊക്കെ കണ്ടപ്പോ അവിടെയാണോന്ന് വിചാരിച്ച് കാറൊന്ന് നിർത്തി. അപ്പോൾ കാണുന്നത് എന്താണ്? 2-3 പോലീസുകാരെയാണ്. കാരണം അവിടെ 2 ദിവസം മുമ്പ് കല്യാണം നടന്നതാണ്. പോലീസ് കേസെടുക്കാൻ വന്നതാണ്. കാരണം ഈ വരന്റെ പുതിയാപ്പള പോകുമ്പോഴുണ്ടായ തോന്നിവാസങ്ങൾ, മനുഷ്യന്മാർക്ക് ശല്യമുണ്ടാക്കുന്ന ബോറൻ പ്രവർത്തനങ്ങൾ, അതിന്റെ പേരിൽ കേസെടുക്കാൻ പോലീസുകാർ വന്നിരിക്കുകയാണ്. എന്തൊരു സങ്കടമാണ്. അല്ലാഹ്, നമ്മുടെ സമുദായത്തിന്റെ അവസ്ഥ ചിന്തിക്കുമ്പോൾ സങ്കടം തോന്നുകയാണ്. ഞാൻ പറയട്ടെ, പരിശുദ്ധ ഇസ്ലാമിക ശരീഅത്തിൽ തെറ്റായ കാര്യങ്ങൾ നടക്കുന്ന ഒരു പോക്കാണോ അതിൽ പങ്കെടുക്കൽ ഹറാം. തെറ്റുകൾ നടക്കുന്ന സ്ഥലത്ത് പങ്കെടുക്കൽ ഹറാമാണ്. ഇമാമിങ്ങൾ കിതാബിൽ രേഖപ്പെടുത്തിയതാണ്. പക്ഷേ ജീവിതത്തിൽ പല ദുർബല നിമിഷങ്ങളിലും തെറ്റുകൾ വന്നുപോയി. പക്ഷേ പടച്ചവന്റെ കാരുണ്യം നോക്കൂ. ഹറാം നോക്കിയ കണ്ണിന്റെ കാഴ്ച അവൻ പിൻവലിച്ചില്ല, കാതിന്റെ കേൾവി പിൻവലിച്ചില്ല, നാവിന്റെ സംസാരശേഷി പിൻവലിച്ചില്ല. അവൻ വീണ്ടും വീണ്ടും അവന്റെ അടിമക്ക് തൗബ ചെയ്യാൻ അവസരം കൊടുക്കുകയാണ്, നന്നാകാൻ ചാൻസ് കൊടുക്കുകയാണ്. ആ റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് ഖൽബ് തിരിച്ച് അങ്ങേയറ്റത്തെ ഖേദം പ്രകടിപ്പിച്ച് ഇന്ന് വരെയുള്ള ജീവിതത്തിൽ വന്നുപോയ അപാകതകളിലും തെറ്റുകളിലും പടച്ച റബ്ബിനോട് മാപ്പ് ചോദിക്കണം. അത് തെറ്റുകൾ നിർത്തിക്കൊണ്ടായിരിക്കണം. അതേ, തെറ്റ് തുടർന്നുകൊണ്ടുള്ള തൗബക്കർത്ഥമില്ല. ഇനിമേൽ ഞാൻ ആ തെറ്റ് ചെയ്യില്ലെന്ന് മനസ്സിന്റെ അടിത്തട്ടിൽ പ്രതിജ്ഞ എടുത്തുകൊണ്ടാകണം. അങ്ങനെ പടച്ച റബ്ബിനോട് ചെയ്യുന്ന തൗബയുണ്ടല്ലോ, അല്ലാഹ് പറയുന്നു, ഇന്നല്ലാഹ യഖ്ബലു ഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദിഹി. അവന്റെ അടിമകളിൽ നിന്ന് തൗബ സ്വീകരിക്കുന്നവനാണ് അല്ലാഹ്. വയഫൂ അനിസ് സയ്യിആത്ത്. തെറ്റുകൾക്ക് മാപ്പ് കൊടുക്കുന്നവനാണ് അല്ലാഹ്. അതിന് ഖേദിച്ച് മടങ്ങണം അല്ലാഹുവിലേക്ക്. അതിന് ഏറ്റവും പറ്റിയ സമയമാണ് ഈ ശഅബാനിന്റെ ബാക്കിയുള്ള ദിവസങ്ങളും പരിശുദ്ധ റമളാനിലെ പുണ്യദിനങ്ങളും എന്ന് പ്രത്യേകമായി ഞാൻ ഉണർത്തുകയാണ്. നീട്ടി സംസാരിക്കുന്നില്ല. റമളാനിൽ 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കണം. അത് പ്രത്യേകം സുന്നത്താണ്. മഹാന്മാരായ സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നേരിൽ കണ്ടു പഠിച്ചതാണ്. അത് 20 റക്അത്ത് തറാവീഹാണ് സഹാബത്ത് കണ്ടുപഠിച്ചത്. അതുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതാണ് നടപ്പാക്കിയത്. ആ 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കണം. റവാത്തിബ് സുന്നത്തുകൾ കൊണ്ടുവരണം. അതേപോലെ നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകൾ കൊണ്ടുവരണം. ഖുർആൻ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു റമദാനിൽ 60 ഖത്മാണ് ഓതി തീർത്തത്. 60 ഖത്ം ഓതിയില്ലെങ്കിൽ 6 ഖത്മെങ്കിലും ഓതാൻ
ഞാനും നിങ്ങളും അവസരം കണ്ടെത്തണം. ഖുർആൻ ധാരാളമായി ഓതണം, സലാത്ത് ധാരാളമായി വർദ്ധിപ്പിക്കണം, അനാവശ്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കണം. നോമ്പ് എന്ന് പറയുന്നത് വല്ലാത്ത ഇബാദത്താണ്. സുബ്ഹി മുതൽക്ക് മഗ്രിബ് വരെ ഇബാദത്താണ്. ആ പുണ്യകരമായ ഇബാദത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ബിസിനസ് നടത്താം, നമുക്ക് ജോലിയെടുക്കാം, നമുക്ക് യാത്ര പോകാം, നമുക്ക് എന്തും ചെയ്യാം. നിസ്കാരം പോലെയല്ല. നിസ്കാരത്തിൽ നടന്നാൽ നിസ്കാരം ബാത്തിലാകും, നിസ്കാരത്തിൽ നമ്മൾ സംസാരിച്ചാൽ നിസ്കാരം ബാത്തിലാകും, നിസ്കാരത്തിൽ വേറൊരു ജോലി എടുത്താൽ നിസ്കാരം ബാത്തിലാകും. നോമ്പങ്ങനെയല്ല. നോമ്പ് നോറ്റുകൊണ്ട് തന്നെ ആ ഇബാദത്തിലായിക്കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ജോലികളെല്ലാം എടുക്കാം. പക്ഷേ നമ്മൾ ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും പാടില്ല. അതുപോലെ തുറന്ന ദ്വാരങ്ങളിലൂടെ യാതൊന്നും ഉള്ളിലേക്ക് പോകാൻ പാടില്ല. ഛർദി ഉണ്ടാക്കി ഛർദിക്കാൻ പാടില്ല. താനേ ഛർദിച്ചു പോയാൽ കുഴപ്പമില്ല, നന്നായി തൊള്ള കഴുകി വൃത്തിയാക്കിയാൽ മതി. ഇതുപോലെ സ്വന്തം പ്രവർത്തനം കൊണ്ട് അവൻ സ്ഖലനമുണ്ടാക്കാൻ പാടില്ല. അതേപോലെ ഭാര്യയുമായി ബന്ധപ്പെടാൻ പാടില്ല. ഇങ്ങനെ തുടങ്ങിയിട്ട് നോമ്പിന് പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. അതിൽ നിന്ന് മാറി നിന്നാൽ അവന് പോവുകയും നടക്കുകയും പോവുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒക്കെ അവൻ ഇബാദത്തിൽ തന്നെയാണ്. അവൻ അതാ അവന്റെ ബാത്റൂമിലേക്ക് പോകുന്നു, അവൻ ടോയ്ലറ്റിലേക്ക് പോകുന്നു, ടോയ്ലറ്റിൽ ഇരിക്കുമ്പോഴും അവൻ ഇബാദത്ത് തന്നെയാണ്. നോമ്പ് എന്ന ഇബാദത്തിലാണ്. അതൊരു വല്ലാത്ത പുണ്യകർമ്മമാണ്. അതിന് അള്ളാഹു കൊടുക്കുന്ന വലിയ പ്രതിഫലം, അതേ അള്ളാഹുവിനെ കാണാനുള്ള ഭാഗ്യമാണ്. അത് വലിയ ഒരു പുണ്യകർമ്മമാണ്. ആ നോമ്പ് വളരെ കൃത്യമായി നമ്മൾ നോമ്പെടുക്കണം. അതേപോലെ അല്ലാഹു തആല നിർബന്ധമാക്കിയ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ എടുക്കണം. കൃത്യമായി 5 വഖ്ത് എപ്പോഴും നിസ്കരിക്കണം. ഒരു നിസ്കാരവും ഒരു മനുഷ്യൻ ഖളാക്കരുത്. നിസ്കാരം ഖളാക്കിയ പിന്നെ എന്ത് മുസ്ലിമാണ്? നിസ്കാരമില്ലെങ്കിൽ പിന്നെ അവനെന്ത് മുസ്ലിമാണ്? കൃത്യമായി 5 വഖ്ത് നിസ്കരിക്കണം. സുഹൃത്തുക്കളെ, അങ്ങനെ അള്ളാഹു കൽപ്പിച്ചതൊക്കെ എടുക്കണം. നമ്മൾ സ്വന്തം ഉമ്മബാപ്പമാരോട് വളരെ ആദരവോടെ പെരുമാറണം. 5-10 ദിവസം മുമ്പ് ഒരു ചെറുപ്പക്കാരൻ കൊടുവാളെടുത്ത് ഉമ്മാന്റെ കഴുത്തിനൊരു വെട്ടുകൊടുത്തു. ഉമ്മാനെ കൊന്നുകളഞ്ഞു. എന്തൊരു സങ്കടമാണ്, എന്തൊരു സങ്കടമാണ്. സ്വന്തം ഉമ്മയെ കൊല്ലാനാണോ കൊടുവാള്? സുബ്ഹാനല്ലാഹ്. ഉമ്മയോട് വലാ തഖുൽ ലഹുമാ ഉഫിൻ, ഉമ്മാന്റെ മനസ്സിന് വിഷമമുണ്ടാകുന്ന ഒരു അക്ഷരം സംസാരിച്ചു പോകരുത്. വലാ തൻഹറുഹുമാ, ഉമ്മയോട് ഗൗരവത്തിൽ ഉമ്മ ബാപ്പയോട് സംസാരിക്കരുത്. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, വളരെ താഴ്മയോടുകൂടെ മാത്രമേ അവരോട് സംസാരിക്കാവൂ. ഉമ്മയോട് കസർത്തി പറയരുത്, ഗൗരവത്തിൽ പറയരുത്, ശബ്ദത്തിൽ പറയരുത്. ഉമ്മ ബാപ്പയെ വല്ലാതെ ബഹുമാനിക്കണം. അത് റബ്ബ് നമ്മോട് കൽപ്പിച്ച കാര്യമല്ലേ. അതേ സമയത്ത് മുസ്ലിമിന്റെ പേരുള്ള ചെറുപ്പക്കാരൻ കൊടുവാളെടുത്ത് ഉമ്മയെ വെട്ടിക്കൊല്ലുന്നു. അങ്ങനത്തെ ഒരു ആഖിർ സമാനിലായിപ്പോയി നമ്മുടെ ജീവിതം. സുഹൃത്തുക്കളെ, പഠിപ്പിക്കുന്ന ഗുരുനാഥന്മാരോട്, മുസ്ലിമോ അമുസ്ലിമോ ആരാകട്ടെ, ഗുരുനാഥന്മാരെ ബഹുമാനിക്കണം. വേറൊരു ചെറുപ്പക്കാരൻ ഒരു കോളേജിൽ നിന്ന് പ്രിൻസിപ്പളെ മോത്തൂക്കി വിരൽ ചൂണ്ടിയിട്ട് കൊന്നുകളയും എന്ന് പറയുന്നത് ഞാൻ ഈ അടുത്ത് വാട്സപ്പിൽ കണ്ടു. ഇന്നാലില്ല. ഇങ്ങനെയാണോ നമ്മുടെ മുസ്ലിം ചെറുപ്പക്കാർ വളരേണ്ടത്? ഇങ്ങനെയാണോ യുവാക്കൾ വളരേണ്ടത്? അച്ചടക്കത്തോടെ എല്ലാവർക്കും സംതൃപ്തിയുള്ള രൂപത്തിലല്ലേ പ്രിയപ്പെട്ട യുവാക്കളെ നമ്മൾ വളർന്നു വലുതാകേണ്ടത്? നമുക്കറിയോ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് വല്ല വിവരമുണ്ടോ നമുക്ക്? ഞാൻ പറയട്ടെ, എന്റെ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി 23 വയസ്സേ ഉള്ളൂ. ഒരു പ്രശ്നവുമില്ല. അദ്ദേഹം വേറൊരു വീട്ടിൽ പോയതാണ്. അവിടുന്ന് രാവിലെ സുബഹിയോടടുത്ത സമയത്ത് പെട്ടെന്ന് അതാ തളർന്നു പോകുന്നു. ഒരു ഭാഗം കുഴഞ്ഞുപോയി. സുബ്ഹാനല്ലാഹ്, ആശുപത്രിയിൽ എത്തിച്ചു. അപ്പോൾ ഡോക്ടർമാര് പറയുന്നു സ്ട്രോക്കാണ്. ഈ 23 വയസ്സുള്ള ചെറുപ്പക്കാരൻ ഇപ്പോൾ തല ഒന്നായി ഓപ്പറേഷൻ ചെയ്ത് കിടക്കുകയാണ്. 5 ലക്ഷം ഉറുപ്പിക ആ ആസ്പത്രിയിൽ തന്നെ ചെലവായി. ഞാൻ പറഞ്ഞു വരുന്നത്, ഏത് സമയത്തും എന്ത് രോഗവും പിടികൂടിക്കൂടെ. 22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ 2 ദിവസം മുമ്പ് പെട്ടെന്ന് വീണ് മരിച്ചുപോയി. അതുകൊണ്ട് തന്നെ ഒരാളും അഹങ്കരിക്കരുത്. ഒരു യുവത്വത്തിന്റെ പ്രസരിപ്പിലും അഹങ്കരിക്കരുത്. എപ്പോഴാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എന്താണ് തരുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. നല്ല ബോധത്തോടുകൂടെ ജീവിക്കണം. യുവാക്കളും യുവതികളും ഒക്കെ അള്ളാഹുവിനെ ഭയപ്പെടണം.
ആ റബ്ബിനെ ധിക്കരിക്കാനോ റബ്ബിനെ മറികടക്കാനോ ലോകത്തൊരാൾക്കും കഴിയില്ല. നിങ്ങൾ കണ്ടില്ലേ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ്? ആ ട്രംപ് വലിയ ഡമ്പുള്ള വർത്തമാനം പറയും. അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ പാവപ്പെട്ട ചെറിയ പിഞ്ചുമക്കളെ, ഫലസ്തീനിലുള്ള ഗസയിലുള്ള പിഞ്ചുമക്കളെ അടക്കം ചുട്ടുകരിച്ചു കളയുമെന്ന് പറഞ്ഞു. പക്ഷേ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ അമേരിക്കയിൽ പടുകൂറ്റൻ തീ കത്തിയപ്പോൾ ട്രംപിന് വീറ്റോ ചെയ്യാൻ കഴിഞ്ഞോ? ലോകത്തിന്റെ മുഴുവനും ഭരണാധികാരിയായ അല്ലാഹു ജല്ല ജലാലുഹു, അവൻ നമ്മുടെ രഹസ്യമറിയുന്നവനാണ്, അവൻ നമ്മുടെ പരസ്യമറിയുന്നവനാണ്. ആ റബ്ബിനെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ സ്നേഹിച്ച് ജീവിക്കണം, ആ റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കണം, ആ റബ്ബിന് വിധേയപ്പെട്ട് ജീവിക്കണം. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. നിങ്ങളെല്ലാം എഴുന്നേറ്റ് നിൽക്കണം. നമുക്ക് പടച്ച റബ്ബിനോട് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു നമ്മുടെ മജ്ലിസ് ദുആക്ക് ഉത്തരമുള്ള മജ്ലിസായി ഖബൂൽ ചെയ്യട്ടെ.